ഇന്ന് ഒരു ഷൂട്ടിന് പോവാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമില് കണ്ടൊരു ചേച്ചിയാണ്, നല്ല ഭംഗിയുള്ള ഒരു പേജായിരുന്നു. അപ്പൊ ഞാന് അവരോട് ചോദിച്ചു എനിക്കും മേക്കപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഓക്കെ വന്നോളൂ പോട്ടെ. അങ്ങനെ ഞങ്ങളെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. നിങ്ങൾ ഷൂട്ടിന് പോവുകയാണ്. ഓക്കെ, ഷൂട്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം ഹലോ ഇന്ന് ഒരു ഷൂട്ടിന് പോവാണ്. മഞ്ഞുമലോ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയോ ആയിരിക്കും. ഞാൻ ഇൻസ്റ്റഗ്രാമില് കണ്ടൊരു ചേച്ചിയാണ്, നല്ല ഭംഗിയുള്ള ഒരു പേജായിരുന്നു. അപ്പൊ ഞാന് അവരോട് ചോദിച്ചു എനിക്കും മേക്കപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഓക്കെ വന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. അപ്പൊ ഇന്നാണ് ഇപ്പൊ ഷൂട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പോട്ടെ. പോവാം. വീട്ടിലൊക്കെ ഇത് ഞങ്ങൾ പോവുകയാണ്. പോണ വഴിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. കുപ്പിവെള്ളം വാങ്ങിയിട്ടില്ല, അത് വാങ്ങിയിട്ട് വേണം പോവാൻ. ഗ്രീൻ കളറാണ് സാരി. അപ്പോൾ ഹെയറിൽ ഒരു പിങ്ക് കളറിൽ അരളിപ്പൂ മാത്രം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അരളിപ്പൂ നമ്മൾ നോർമലി മുല്ലപ്പൂ പോലെ കോർത്ത് വെക്കില്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് സമയമൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു മാല ഉണ്ടാക്കി തന്നു. കാക്കനാടാണ് നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചീൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പം അത്യാവശ്യം നല്ല ബ്ലോക്കിലൊക്കെ പെട്ടിട്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർനൂൺ ആയിരുന്നേ ഈ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 12:30 മണിയായപ്പോഴേക്ക് ഞങ്ങൾ അവിടെ എത്തി. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ മേക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങൾ ഒരുപാട് മുന്നേ പ്ലാൻ ചെയ്ത ഒരു കാര്യമായിരുന്നു കേട്ടോ. അതങ്ങനെ ഡേറ്റ് മാറി ഏകദേശം ഒരു 3-4 മാസം എടുത്തിട്ടാണ് ഇപ്പം ഈ ഒരു ഷൂട്ട് സെറ്റായത്. ഒരു ദിവസം ഞാൻ നോർമലി ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചേച്ചിയുടെ മേക്കപ്പിൻ്റെ പേജ് ഞാൻ കാണുന്നത്. മേക്കപ്പ് ബൈ നീനു എന്നാണ് പേജിൻ്റെ പേര്. നല്ല അടിപൊളി വർക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ഒരു വൈറ്റ് കോസ്റ്റ്യൂമിൽ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുള്ള ഒരു കുട്ടീൻ്റെ വീഡിയോ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായി മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്കും തോന്നില്ലേ നമുക്കും അങ്ങനെ ഒന്ന് ചെയ്യായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ആൾ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. എനിക്ക് അപ്പം തന്നെ റിപ്ലൈ തന്നു. നമുക്ക് എന്തായാലും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ഈ ഷൂട്ട് അന്നത്തെ ദിവസം രാവിലെ ആയിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ മഴ പെയ്തിട്ട് ഷൂട്ട് നടക്കില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പോയി. അതുകൊണ്ടാണ് ഈ ഷൂട്ട് കറക്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. എന്തായാലും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ സ്കിന്നിന്, എൻ്റെ ഫേസിന് മാച്ച് ആയിട്ടുള്ള മേക്കപ്പ് തന്നെയാണ് ചെയ്തത്. ഹെയറും വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 മാല ഇട്ടിട്ടുണ്ടായിരുന്നു. മേക്കപ്പും ഹെയറൊക്കെ കഴിഞ്ഞു. സാരി എടുക്കുകയാണ്. സാരിയും നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളെ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. നിങ്ങൾ ഷൂട്ടിന് പോവുകയാണ്. ഓക്കെ, തൃപ്പൂണിത്തുറയായിരുന്നു കേട്ടോ ഷൂട്ട്. അവിടെ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ കാറിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ ഫ്രണ്ടിൽ നടക്കുന്ന ചേട്ടനാണ് ഫോട്ടോഗ്രാഫർ കേട്ടോ. ഇതാണ് അമ്പലം. നമ്മളെ കോസ്റ്റ്യൂമിന് പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ അത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാരിയും മേക്കപ്പും ഹെയറും ആ ലൊക്കേഷനും ഒക്കെ കൂടെ ആയപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഫോട്ടോ എടുത്ത ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം
അത്രയും നീറ്റായിട്ടാണ് ഫോട്ടോ എടുത്തത്, വീഡിയോ എഡിറ്റ് ചെയ്തതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ പ്രൊഫൈൽ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ആളുടെ പ്രൊഫൈല് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നോക്കണത്. അപ്പോൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആളുടെ പ്രൊഫൈലിൽ നമ്മുടെ ഫോട്ടോ വരുമ്പോൾ എന്തായാലും അടിപൊളിയല്ലേ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ സിംഗിളായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഞാനിതാ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഷൂട്ടൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് കഴിഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. മേക്കപ്പ് ആയാലും ഷൂട്ടായാലും എല്ലാം അടിപൊളിയായിരുന്നു. പേര് പറയൂ. രസമുണ്ടോ മേക്കപ്പ്? അമ്മ ചെയ്ത മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ? എത്ര മാർക്ക് തരും 10-ല്? 10 ഉണ്ടോ? ശരി. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു ഗൈസ്, ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും ഷൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വരുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു സ്ഥലം കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ഒരു ഈവനിങ് ടൈമിൽ ഞാൻ വാട്ടർ മെട്രോയിൽ കയറിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഏരിയ അവിടെ അതൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ നോക്കി നിന്ന് നേരെ വീട്ടിലെത്തി. അങ്ങനെ ആ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ല അടിപൊളി ഷൂട്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാൻ ഇന്നവരെ ചെയ്യാത്തൊരു ടൈപ്പ് ഷൂട്ട്, അതായത് ഒരു തമിഴ് സ്റ്റൈലിലൊക്കെ ഉള്ള ഷൂട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ട് ചെയ്ത് നിന്ന് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ തങ്കമാൻ ഹസ്ബൻഡ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഷൂട്ടിൻ്റെ ലുക്ക്? നല്ല സ്ഥലം അല്ലേ? തൃപ്പൂണിത്തുറ വെച്ചിട്ടായിരുന്നു. നല്ലൊരു അമ്പലം, അങ്ങനെ ഒരു അഗ്രഹാരം, അങ്ങനത്തെ ഒരു സ്ഥലം. ഇനി എന്തായാലും ഫോട്ടോ കിട്ടുമ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. നിങ്ങൾക്ക് മേക്കപ്പും ഫോട്ടോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.